എല്ലാവർക്കും വീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിന്റെ പാർട്ട് 3 ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ട് വേണം പാർട്ട് 3 കാണാനായിട്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1ന്റെയും 2ന്റെയും ലിങ്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ടാവും. നോട്ട്സിന് വേണ്ടിയിട്ട് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ കണ്ടിരുന്നു ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൽ സെക്കൻഡ് പാർട്ടിൽ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി.എസ്. എലിയറ്റിന്റെ ഇംപേഴ്സണൽ കൺസെപ്ഷൻ ഓഫ് ആർട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസിസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫുള്ളസ്റ്റ് എക്സ്പ്രഷൻ കൂടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ടി.എസ്. എലിയറ്റ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റിനെ എക്സാമിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അദ്ദേഹം ചെയ്യുന്നത് ദി റിലേഷൻ ഓഫ് പോയറ്റ് ടു ദി പാസ്റ്റ് ആണ് എക്സാമിൻ ചെയ്യുന്നത്. സെക്കൻഡ്ലി ദി റിലേഷൻ ഓഫ് ദി പോം ടു ഇറ്റ്സ് ഓഥർ. അപ്പോൾ പോയറ്റും പാസ്റ്റും തമ്മിലുള്ള റിലേഷനും അത് കഴിഞ്ഞിട്ട് പോമും അതിന്റെ ഓഥറും തമ്മിലുള്ള റിലേഷനെ കൂടി എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ടി.എസ്. എലിയറ്റിന്റെ വ്യൂ പോയിന്റിൽ പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെവർ ഡെഡ്. പാസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുന്നില്ല. ഇറ്റ് ലീവ്സ് ഇൻ ദി പ്രസന്റ്. ഓക്കെ, ദ പാസ്റ്റ് ഈസ് നെവർ ഡെഡ്. ഇറ്റ് ലീവ്സ് ഇൻ ദി പ്രസന്റ്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേനെ ബേസ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു 5 പ്രാവശ്യം വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വേർഡ്സും ഓരോ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ആവുന്നതാണ്. നോ പോയിറ്റ് ഓർ ആർട്ടിസ്റ്റ് ഹാസ് ഹിസ് കംപ്ലീറ്റ് മീനിങ് എലോൺ. ഒരു പോയിറ്റിനും ഒരു ആർട്ടിസ്റ്റിനും ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഹിസ് സിഗ്നിഫിക്കൻസ്, ഹിസ് അപ്രീസിയേഷൻ ഈസ് ദി അപ്രീസിയേഷൻ ഓഫ് ഹിസ് റിലേഷൻ ടു ദി ഡെഡ് പോയറ്റ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. ഒരു പോയിറ്റിന് കിട്ടുന്ന ആ പോയിറ്റിന്റെ വർക്ക്സ് സിഗ്നിഫിക്കന്റ് ആവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്രീസിയേഷൻ കിട്ടുന്നതൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിലേഷൻ ടു ദി ഡെഡ് പോയറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡർ, ആ ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറുമായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ് ഒരു റൈറ്ററിന് അപ്രീസിയേഷൻ ലഭിക്കുന്നതും അദ്ദേഹത്തിന്റെ വർക്ക് സിഗ്നിഫിക്കന്റ് ആവുന്നതും എന്നാണ് ഇവിടെ ടി.എസ്. എലിയറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് വായിച്ചോളുക. നോ പോയിറ്റ് ഓർ ആർട്ടിസ്റ്റ് ഹാസ് ഹിസ് കംപ്ലീറ്റ് മീനിങ് എലോൺ. ഹിസ് സിഗ്നിഫിക്കൻസ്, ഹിസ് അപ്രീസിയേഷൻ ഈസ് ദി അപ്രീസിയേഷൻ ഓഫ് ഹിസ് റിലേഷൻ ടു ദി ഡെഡ് പോയറ്റ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. അതുകൊണ്ടാണ് ടി.എസ്. എലിയറ്റ് പറയുന്നു ദ റിലേഷൻ ഓഫ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. നമ്മുടെ എസ്സേയുടെ പേര് തന്നെ അല്ലേ, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഈസ് ബൈലാറ്ററൽ. അത് രണ്ടുപേരെയും ഇഫക്ട് ചെയ്യുന്നുണ്ട്. ട്രഡീഷനെയും ഇൻഡിവിജ്വൽ ടാലന്റിനെയും മ്യൂച്വലി ഇഫക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് ബൈലാറ്ററൽ. അടുത്തതായിട്ട് ടി.എസ്. എലിയറ്റ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ആർട്ട് പാസ്റ്റിൽ നിലനിൽക്കുന്ന ആ ഒരു ഈസ്തെറ്റിക് ഐഡിയലിനെ ഓൾട്ടർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു നോവൽ ആയിട്ടുള്ള ഒരു വർക്ക് വരുമ്പോഴത്തേക്കും, നോവൽറ്റി, ഒരു പുതിയൊരു ക്രിയേഷൻ വരുമ്പോഴത്തേക്കും അതിനെ അക്കോമഡേറ്റ് ചെയ്യണം അല്ലെ. പാസ്റ്റ് അതിനെ അക്കോമഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പാസ്റ്റുമായിട്ട് കൺഫോം ചെയ്യണം. എന്നാൽ മാത്രമാണ് അതിൽ നോവൽറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുക. ആ നോവൽറ്റിക്ക് ഒരു അംഗീകാരം ലഭിക്കുക, അപ്രീസിയേഷൻ കിട്ടുക. അപ്പൊ എലിയറ്റ് പറയുന്നു പാസ്റ്റ് ഷുഡ് ബി ഓൾട്ടേർഡ് ബൈ ദ പ്രസന്റ്. അപ്പോൾ പാസ്റ്റ് ഷുഡ് ബി ഓൾട്ടേർഡ് ബൈ ദ പ്രസന്റ്. ഇപ്പൊ നോവൽറ്റി വെച്ചിട്ട് പാസ്റ്റിനെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നു. ആസ് മച്ച് ആസ് പ്രസന്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ദി പാസ്റ്റ്. അപ്പൊ ഇവിടെ രണ്ടുപേരും ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറുമായിട്ട് കൺഫോം ചെയ്തുകൊണ്ടാണ് ഒരു നോവൽ വർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസന്റും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ പാസ്റ്റ് ഷുഡ് ബി ഓൾട്ടേർഡ് ബൈ ദി പ്രസന്റ് ആസ് മച്ച് ആസ് ദി പ്രസന്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ദി പാസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം. എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
ദി പ്രോഗ്രസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവൽ സെൽഫ് സാക്രിഫൈസ്, ഒരു കണ്ടിന്യൂവസ് സെൽഫ് സാക്രിഫൈസ് ആണ്. അദ്ദേഹത്തിന് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആ ഒരു സ്പേസിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക, അപ്പോഴാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവൽ എക്സ്റ്റിങ്ഷൻ ഫ്രം പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും എപ്പോഴാണോ ആ ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങി ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുക, അപ്പോഴാണ് അവിടെ പ്രോഗ്രസ് എന്ന് ആ ഒരു ആർട്ടിസ്റ്റിന്റെ പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കുക. അതൊരു കണ്ടിന്യൂവൽ എക്സ്റ്റിങ്ഷൻ ഫ്രം പേഴ്സണാലിറ്റി ആണ്, കണ്ടിന്യൂവൽ എക്സ്റ്റിങ്ഷൻ ഫ്രം പേഴ്സണാലിറ്റി. ഇനി TS-ലേറ്റ് മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഓണസ്റ്റ് ക്രിറ്റിസിസം, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള അപ്രീസിയേഷൻ. അപ്പൊ നമ്മുടെ വർക്ക് വന്നു കഴിയുമ്പോൾ ക്രിറ്റിസിസം ഉണ്ടാവും, അത് ഓണസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിരിക്കണം, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള അപ്രീസിയേഷനും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഒരിക്കലും പോയിന്റിനെ ബേസ് ചെയ്താവരുത്, പോയിന്റിനെയും പോയിന്റിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിനെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്താവരുതും എന്നാണ് TS എലിയറ്റ് പറയുന്നത്. അത് പോയിട്രീനെ ബേസ് ചെയ്തായിരിക്കണം, അത് പോയിട്രീനെ ബേസ് ചെയ്താവണം. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രീസിയേഷനും എന്തിനെ ബേസ് ചെയ്തായിരിക്കണം, പോയിട്രീനെ ബേസ് ചെയ്തായിരിക്കണം, പോയിന്റിനെ ബേസ് ചെയ്ത് ആവാൻ പാടില്ല എന്ന് TS എലിയറ്റ് പറയുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. TS എലിയറ്റ് പറയുന്നു, ഒരു ആർട്ടിസ്റ്റ് പെർഫെക്റ്റ് ആകും തോറും, ദ മോർ പെർഫെക്റ്റ് ദി ആർട്ടിസ്റ്റ്, ദ മോർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഇൻ ഹിം വിൽ ബി ദ മാൻ ഹൂ സഫേഴ്സ്. മാൻ ഹൂ സഫേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഒറിജിനൽ പേഴ്സണാലിറ്റി, ആ പേഴ്സണാലിറ്റിയിൽ നിന്നും എക്സ്റ്റിങ്ഷൻ ഫ്രം പേഴ്സണാലിറ്റിയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു വ്യക്തിയിലെ പോയറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് മൈൻഡ് വിച്ച് ക്രിയേറ്റ്സ്. മൈൻഡ് വിച്ച് ക്രിയേറ്റ്സ് എന്ന് പറയുന്നത് ഈ പോയറ്റ് എന്ന വ്യക്തിയും ഈ പോയറ്റിലെ ആ ഒരു എന്താണ് ടാലന്റ്, ആ പോയറ്റിക് ടാലന്റ് ഉള്ള ഒരു വ്യക്തിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നതാണ്. ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നും എക്സ്റ്റിങ്ഷൻ ഫ്രം പേഴ്സണാലിറ്റി അല്ലെ, എന്നാൽ മാത്രമാണ്, അതിൽ നിന്നും പുറത്തിറങ്ങിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് സാധിക്കുന്നത്. ദ മോർ പെർഫെക്റ്റ്ലി വിൽ ദ മൈൻഡ് ഡൈജസ്റ്റ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയാൽ മാത്രമാണ്, നമുക്കറിയാം ഈ പാഷൻ, ഇമോഷൻ ഒക്കെയാണ് നമ്മളുടെ പോയട്രി, ക്രിയേറ്റിവിറ്റി ഒരു സാഹിത്യത്തിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഈ പാഷനെ ഡൈജസ്റ്റ് ചെയ്യാനും ട്രാൻസ്മ്യൂട്ട് ചെയ്യാനും അപ്പോഴാണ് സാധിക്കുക എന്നതാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. ദ മോർ പെർഫെക്റ്റ് ദി ആർട്ടിസ്റ്റ്, the more completely separate in him will be the man who suffers, and the mind which creates, the more perfectly will the mind digest and transmute the passions which are its material. പിന്നീട് അദ്ദേഹം പറയുന്നു, എലിയറ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് എ പോം അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ട് ഇറ്റ് ഈസ് an autonomous entity, ഒരു ഓട്ടോണോമസ് എൻറ്റിറ്റി ആണ്. അടുത്തതായിട്ട് ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. TS എലിയറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനെ ഒരു അനാലജി ആയിട്ട് പ്രൊഡക്ഷൻ ഓഫ് പോയട്രി ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എലിയറ്റ് യൂസസ് എ കെമിക്കൽ റിയാക്ഷൻ ആസ് എൻ അനാലജി ടു ഇലസ്ട്രേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് പോയട്രി. അദ്ദേഹം ഇമോഷനെ ഓക്സിജൻ ആയിട്ടും ഫീലിംഗ്സിനെ സൾഫർ ഡയോക്സൈഡ് ആയിട്ടും കമ്പയർ ചെയ്യുന്നു. ഇമോഷൻസിനെ ഓക്സിജൻ ആയിട്ടും സൾഫർ ഡയോക്സൈഡിനെ ഫീലിംഗ്സ് ആയിട്ടുമാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി മൈൻഡ് ഓഫ് ദി പോയറ്റിനെ ഒരു ഷ്രെഡ് ഓഫ് പ്ലാറ്റിനം ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ഷ്രെഡ് ഓഫ് പ്ലാറ്റിനം ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ പ്ലാറ്റിനത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് സെർവ്സ് ആസ് എ കാറ്റലിസ്റ്റ്. റിയാക്ഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാറ്റിനം യൂസ് ചെയ്യുന്നത്. പ്ലാറ്റിനം എന്ന് പറയുന്നത് മൈൻഡ് ഓഫ് ദി പോയറ്റ് ആണ് അല്ലെ, മൈൻഡ് ഓഫ് ദി പോയറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ റിയാക്ഷൻ ഇവിടെ, കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മളുടെ കയ്യിൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഇമോഷൻസ് ആൻഡ് പാഷൻസ് ആയി. ഇനി പ്ലാറ്റിനം ദി മൈൻഡ് ഓഫ് ദി പോയറ്റും ഉണ്ട്. ഈ മൂന്ന് പേരും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് സൾഫ്യൂറസ് ആസിഡ് ആണ്. ഇവിടെ നമുക്ക് സൾഫർ ഡയോക്സൈഡിന്റെയോ ഓക്സിജന്റെയോ പ്ലാറ്റിനത്തിന്റെയോ ആ ഒരു
പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ പേഴ്സണൽ ട്രേറ്റ്സ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഒരു നോവൽ ആയിട്ടുള്ള, അതെല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് ഒരു നോവൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ പോയിറ്റിന്റെ മൈൻഡും എന്താണ്, ഒരു റിസെപ്റ്റക്കിൾ പോലെയാണ്. റിസെപ്റ്റക്കിൾ മീൻസ് ഒരു കണ്ടെയ്നർ, ഒരു പാത്രം പോലെയാണ് പോയിറ്റ്സ് മൈൻഡ്. പോയിറ്റ്സ് മൈൻഡ് ഒരു പാത്രം പോലെയാണ് റിസെപ്റ്റക്കിൾ. എന്താണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഫീലിങ്സ്, ഇമേജസ്, ഫ്രേസസ്, ഇമോഷൻ, പാഷൻ ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ദി പോം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ട്, ഒരു ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ട് എപ്പോഴാണ് കൂടുതൽ നിലനിൽക്കുന്നതും ഒരു വാല്യുബിൾ പീസ് ഓഫ് ആർട്ടായിട്ട് മാറുന്നത്? ആ ഒരു വർക്ക് ഓഫ് ആർട്ട് ആ പോയിറ്റിന്റെ പേഴ്സണാലിറ്റി വെടിഞ്ഞ് പുറത്തു വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ഇറ്റ് ട്രാൻസ്കെൻസ് ദി പേഴ്സണാലിറ്റി ഓഫ് ദി പോയറ്റ്, ദി പോം അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട് കൂടുതൽ എൻഡ്യൂറിംഗ് ആൻഡ് വാല്യുബിൾ ആയിട്ട് മാറുന്നു. T.S. Eliot പറയുന്നു, there is always a difference between artistic emotion and personal emotion. ആർട്ടിസ്റ്റിക് ഇമോഷനും പേഴ്സണൽ ഇമോഷനും രണ്ടും രണ്ടാണ് എന്നാണ് T.S. Eliot പറയുന്നത്. T.S. Eliot പറയുന്നുണ്ട്, പേഴ്സണൽ ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആവാം, അല്ലെങ്കിൽ ക്രൂഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആകാം ഈ പേഴ്സണൽ ഇമോഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് പോയിട്രി, ഇമോഷൻ, ഒരു പോയിറ്റിന്റെ പോയിട്രിയുടെ ക്രിയേറ്റീവ് ആർട്ടിന്റെ ഇമോഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ റിഫൈൻഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എലിയറ്റ് നമ്മളുടെ ജോൺ കീറ്റ്സിനെ കോട്ട് ചെയ്യുന്നത്. ജോൺ കീറ്റ്സിനെ കോട്ട് ചെയ്യുന്നു. ജോൺ കീറ്റ്സിന്റെ ഒരു പോമാണ് കോട്ട് ചെയ്യപ്പെടുന്നത്, ഓഡ് ടു ദി നൈറ്റിംഗേൾ. ഓഡ് ടു ദി നൈറ്റിംഗേളിനെ കുറിച്ച് റെഫർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എലിയറ്റ് ജോൺ കീറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. ഓഡ് ടു ദി നൈറ്റിംഗേൾ ആണ് പോം എന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ T.S. Eliot റൊമാൻറ്റിക് സബ്ജക്റ്റിവിസത്തിനെ എതിർക്കുന്നതായിട്ട്, റിജക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സ്വർത്തിന്റെ തിയറി ഓഫ് പോയട്രീനെ അദ്ദേഹം റിജക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു വേർഡ്സ്വർത്തിന്റെ തിയറി ഓഫ് പോയട്രി? പോയട്രീനെ വേർഡ്സ്വർത്ത് കണ്ടത് ആസ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന രീതിയിലാണ് അല്ലെ. ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പോൾ ഈ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന വേർഡ്സ്വർത്തിന്റെ തിയറി ഓഫ് പോയട്രി ഒരു ഇൻഎക്സാക്ട് ഫോർമുലയാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ T.S. Eliot പറയുന്നത്. കൂടാതെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, poetry is not the turning loose of emotions but an escape from emotions. Poetry എന്ന് പറയുന്നത് it's not a turning loose of emotions but an escape from emotion. It is not the expression of personality. Poetry എന്നത് പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല. It is an escape from personality. Okay, it is an escape from ഒരു extinction from personality ആണ്, escape from personality ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ട് ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിന്റെ പാർട്ട് 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഷോർട്ട് കൺക്ലൂഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. It advocates a shifting critical focus from poets onto the poems themselves. പോയിറ്റിൽ നിന്നും പോമിലോട്ട് ഒരു ഷിഫ്റ്റ് ആണ്, ക്രിറ്റിക്കൽ ഫോക്കസിൽ ഒരു ഷിഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, to divert interest from the poet to poetry is a laudable aim, for it would conduce to juster estimation of actual poetry, good or bad. അപ്പോൾ പോയിറ്റിൽ നിന്നും പോയിട്രിയിലോട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൗഡബിൾ എയിം ആണ്. പക്ഷെ അതായിരിക്കും ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ആക്ച്വൽ പോയിട്രി നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരിക. അവസാനമായിട്ട് T.S. Eliot പറയുന്നുണ്ട്, ഒരു പോയിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇമോഷൻസിൽ നിന്നും എസ്കേപ്പ് ആവണം എന്ന് നമ്മൾ കണ്ടു. ആൻഡ് അദ്ദേഹം എടുക്കേണ്ടത് ആ പോയിട്രിയുടെ യഥാർത്ഥ എസെൻസിനെയാണ്. ടേക്ക് ദാറ്റ് ഇമോഷൻ വിച്ച് ഹാസ് ഇറ്റ്സ് ലൈഫ് ഇൻ ഹിസ് പോം, നോട്ട് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി പോയിറ്റ്. പോയിറ്റിന്റെ ഹിസ്റ്ററിയോ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസോ ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല യഥാർത്ഥ പോയിട്രി, യഥാർത്ഥ ആർട്ടിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്.
only then he can achieve the impersonality in his art. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് ആ impersonality എന്നൊരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് എത്താൻ സാധിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ദ ഇമോഷൻ ഓഫ് ആർട്ട് ഈസ് ഇംപേഴ്സണൽ. ഒരു MCQ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദി ഇമോഷൻ ഓഫ് ആർട്ട് ഈസ് ഇംപേഴ്സണൽ. ഇനി ടു റീച്ച് ദി ലെവൽ ഓഫ് ഇംപേഴ്സണാലിറ്റി one must sacrifice himself and surrender totally to the work of art. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ MCQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു ചാനലിനെ കുറിച്ച് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. കാരണം നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.